നക്ഷത്രം പറഞ്ഞു. ഇപ്പൊ എത്ര വയസ്സായി? 20. ഇല്ലെങ്കിൽ ഉണ്ണിസന്താനെ വിഷ്ണു സങ്കല്പമായിട്ടുള്ള ആസ്ഥാനത്ത് പോയിട്ട് ഒരു ലക്ഷ്മി നാരായണ പൂജയ്ക്ക് എല്ലാ വ്യാഴാഴ്ചയും കൊടുക്കാം. എല്ലാ വ്യാഴാഴ്ചയും, മനസ്സിലായ? ലക്ഷ്മി നാരായണ പൂജ എൻ്റെ കർമ്മി പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒരു അർത്ഥത്തിൽ വന്നു നിന്നു കേട്ടോ. മീതിയുള്ള ഉണ്ണിയുടെ കഴിയുണ്ടാണല്ലോ, 28 വയസ്സിൽ കഴിഞ്ഞു പോകണ്ടാണല്ലോ. പിന്നെന്തേ അല്ല, ആൺസന്താനത്തിനല്ലേ 31 വയസ്സായി എന്ന് പറഞ്ഞ ആയില്യക്കാരൻ അല്ലേ? അല്ല, ആ 28 വയസ്സിൽ കഴിഞ്ഞു പോകേണ്ടതാണ്. ഇനിയിപ്പോ 31 വയസ്സ് കഴിയണ്ടേ? 28 കഴിയേണ്ടതാ. അത് തന്നേക്കാം. അപ്പൊ അതിന് ആദ്യം ഇതിനെ പടിയിറക്കണ്ടേ? അത് പറ. അപ്പൊ പെൺസന്താനത്തിന്റെ മംഗല്യം അടുത്ത അണ്ടക്കോൾക്ക് എന്റെ വെള്ളാട്ടിന്, അതായത് ഞാൻ എന്റെ വെള്ളാട്ട് നോക്കണ്ട, എന്റെ ഈ ദേശത്ത് എന്റെ അച്ഛൻ്റെയും കാളിയുടെയും ആ വെള്ളാട്ടം കഴിഞ്ഞ് എന്റെ പണിക്കരുടെ ആസ്ഥാനത്ത് വെള്ളാട്ട് കഴിഞ്ഞ് മീനമാസത്തില് എന്റെ അച്ഛൻ ദേവാദി ദേവന്മാർക്ക് നാഥനായി നെടുനായകത്വം വെച്ച് പാടത്ത് കട്ടകുത്താനായിട്ട് അച്ഛൻ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് നിന്റെ ഉണ്ണിയുടെ മംഗല്യം ഞാൻ കഴിച്ചു തന്ന എനിക്കെന്താ തരാ? നീ പറ. ഞാൻ ചോദിച്ചാൽ കൂടും. നീ പറഞ്ഞാൽ മതി. ഉണ്ണിയെ മാതാവേ നീ പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം പറ. എന്നെ നീ കളത്തിലിറക്കി ഞാൻ പണിയെടുത്ത് അതിന്റെ കൂലി തരണം. അങ്ങനെ എന്താ കണക്ക്? ആ, ഇവിടേക്കല്ല നീ വന്നേ. നീ വേറെ ഏത് ഇല്ലത്ത് പോയി ചോദിച്ച കണക്കൊന്നും എനിക്കറിയില്ല. ഇവിടുന്ന് വന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് നടത്തിത്തരാം, അതിനൊരു അവധിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അവധിക്ക് നടത്തി കെട്ടി കാര്യങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത ആണ്ടക്കോൾക്ക് ഇതേ സമയത്ത് ചിലപ്പോ എന്റെ കോമരത്തിന് മാറ്റുള്ളൂ, എനിക്ക് മാറ്റുണ്ടാവില്ല. മനസ്സിലായില്ല? കോമരത്തിനെ മാറ്റുണ്ടാവുള്ളൂ, അത് എവിടെയും അങ്ങനെയാ. എനിക്ക് മാറ്റുണ്ടാവില്ല. അപ്പൊ ഞാൻ എഴുന്നള്ളി വരുമ്പോ നീ എനിക്ക് തരേണ്ട വസ്തു എന്താന്ന് പറയേ. എത്ര തരുന്നു? അല്ലാണ്ട് വേറെ ഇവിടുത്തെ കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എത്ര വെള്ളി തരും? പറ്റില്ല. നിന്റെ ഉണ്ണിക്ക് മംഗല്യം വന്ന് നീ എത്ര മിന്നു കൊടുക്കും? പറയേ. പറയേ. നീ എന്തായാലും എന്റെ വലയിൽ പെട്ടു. അല്ലല്ല, നീ എന്റെ വലയിൽ പെട്ടു. കാര്യം പറ. 75 മിന്ന് അല്ലേ? 75 മിന്നിന് ഇപ്പൊ എത്ര വെള്ളിയുണ്ട്? 1 ചില്ലറ അല്ലേ? അപ്പൊ കണക്കൂട്ടിയൻ 75 ലക്ഷത്തിന് പുറത്തു വന്നു അല്ലേ? എല്ലാം തികച്ച് കറ തീർത്തെടുക്കുമ്പോ 80-ന് താഴെയാ. ഇപ്പൊ വെള്ളി എടുക്കുന്ന കാര്യമില്ല. മംഗല്യം കഴിയുമ്പോ ചിലപ്പോ കൂടാൻ കുറയാം. ഞാൻ ഇപ്പോഴത്തെ കണക്കിലേക്കാ വന്നിട്ടുള്ളൂ ഇല്ലേ? അപ്പൊ 80 ലക്ഷമായ വെള്ളി. അതിനാണ് ഞാൻ 1000 വെള്ളിക്ക് വേണ്ടി നിന്റെ പഠിക്കൽ വന്നിട്ട് നിന്റെ പുണ്യ പറയണ അങ്ങോട്ട് കേക്ക്. ഞാൻ പറയണത് അങ്ങോട്ട് കേൾക്കും. അപ്പോഴേക്കും ഞാൻ ഇരിക്കുന്ന വരമ്പ് കളക്കല്ലേ? പറയണ അങ്ങോട്ട് കേക്ക്. അപ്പോഴേക്കും ആ 1000 വെള്ളിക്ക് വേണ്ടി ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ ഉണ്ണിസന്താനത്തിന്റെ രൂപരേഖ കണ്ട് വേറെ ഏതെങ്കിലും ഭവനത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഉണ്ണിയുണ്ട് നിനക്ക് ചേർന്നതാന്നും പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് നിന്റെ ഭവനത്തിൽ കാണിച്ച് ഒരു 3-ാം പണി 2-3 വട്ടെടുത്ത് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോ 1000 വെള്ളി. അത് പറ്റില്ല ഉണ്ണി. ഒരു 3-ാം വന്നാ ഇതിനൊരു ശതമാനം ഇല്ലേ? അപ്പൊ എത്ര കൊടുക്കേണ്ടി വരും നീയേ? അവിടെ വിചാരിച്ച കണക്കല്ല, ഞാൻ ഇവിടെ ചോദിച്ച കണക്ക് പറ. ഇവിടെ തന്നതും അവിടെ തന്നും ശരിയാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവിടെ നിന്ന് പറഞ്ഞ പോരെ. ഞാൻ എന്തിനാ നൃത്തസ്ഥാനത്ത് വന്നപ്പോ നീ എന്റെ അടുത്ത് പറഞ്ഞേ? എന്റെ കണക്ക് അങ്ങനെ, എന്റെ കോമരക്കാർ അങ്ങനെയാ. ഒട്ട ചീല എനിക്ക്. കാര്യം പറ. 80 ലക്ഷം വെള്ളിക്കുള്ള മംഗല്യം നടത്തുമ്പോ നീ അതിന് എനിക്ക് എന്ത് തരും? 1000 വെള്ളിക്കൊന്നും ഞാൻ വരില്ല. നീ എന്നോട് കാര്യം പറഞ്ഞാൽ ഞാൻ കാര്യം നടത്തി തരും. അടുത്ത ആണ്ടക്കോൾക്ക് മീനമാസത്തില്
എന്റെ അച്ഛൻ ദേവാദിദേവന്മാർക്ക് നാഥനായി കൈതോല വളപ്പം കിടന്ന് 5 കണ്ടം കിടന്ന് നെടുനായകത്തം കഴിഞ്ഞ് ആറാട്ടുകടവിൽ ആറാട്ടം കഴിഞ്ഞ് 5 കണ്ടം കടന്നു പോകുന്നതിന് മുമ്പ് അത്രയൊന്നും വൈകില്ല, നിന്റെ ഉണ്ണിയുടെ മംഗല്യം ഞാൻ നടത്തി തരും. അത് ഞാൻ നിനക്കൊരു അവസാനത്തെ അവധി പറഞ്ഞതാ, മനസ്സിലായില്ലേ? ഇത്ര വയസ്സ് കാലപ്രായം വരെ എന്റെ അച്ഛൻ ഓരോരുത്തർക്കും ജന്മം നൽകുന്നു, അതൊരളവ് പറഞ്ഞതാ തൂക്കം. ഇത് കാര്യം പറ. കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യം പറയും. ഇത് വെള്ളി കയ്യിലേക്കിനുണ്ടാ, ഇത് ഞാൻ നിനക്ക് അങ്ങോട്ട് തരണമെങ്കിലേ അവിടെ എന്റെ ആട്ടക്കാരൻ കൊണ്ട് വലിയ വെള്ളി, നീ അതിനെപ്പറ്റി പഠിക്കണ്ട. ഉണ്ണിക്ക് അങ്ങനെ ഒരു പേടിയില്ലേ? ഇത് കൊടുത്ത് അങ്ങനെ കൊണ്ടുപോയെങ്കിൽ ഇവിടേക്ക് കിട്ടില്ല. അണ്ണ പൈസ കൊടുക്കില്ല. ഹാരം മനസ്സിലായി, ചെറുതുണ്ടാവും വലുതുണ്ടാവും. കളിവിളയാട്ടം അപ്പൊ സമ്മതി. അപ്പോൾ ഇവിടെ ഇതിങ്ങടെ ആദ്യം പറഞ്ഞാൽ പറ, ഇത്ര നേരം കൊണ്ട് എന്നിട്ട് വട്ടം വെക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ ഉണ്ണിക്ക് കണ്ടത്തിൽ മിന്നു കയറി കഴിഞ്ഞാൽ നിനക്കൊരു ഹാരം തരും, അത് 1 പവന്റെ ഒരു ഹാരം. അപ്പൊ 1 ലക്ഷം വെള്ളിക്ക് പുറത്തു നിന്ന് അത് മതി. അപ്പൊ 1000-ന് എത്ര കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ വേണ്ടുണ്ണി. ഇത് നിന്റെ നടുമുറ്റത്ത് കൊണ്ടൊന്ന് കുഴിച്ചും കൂടിക്കോ, 2 ഉണ്ണികളെ മംഗല്യം നടത്തി തരും. അതിന് ഒരു ഉണ്ണിയുടെ കൂലി മതി. ഇപ്പൊ നിനക്ക് നഷ്ടം ഇല്ല, എനിക്കാ നഷ്ടം.